ഡോക്ടർ ഡെൻസിൽ ലാബിലിരുന്ന് ആജ്ഞ നൽകി. ഓപ്പറേഷൻ ദി സ്കാൻ ആരംഭിക്കൂ. തിളക്കമുള്ള ചിറകുകളുള്ള ആ യന്ത്രമനുഷ്യൻ തന്റെ വലിയ ലോഹ ചിറകുകൾ ശക്തിയോടെ വീശി ആകാശത്തുനിന്നും ഇടിമിന്നൽ പോലെ വൈമാന് നേരെ പാഞ്ഞെത്തി. അതിന്റെ കണ്ണുകളിൽ നിന്ന് കടും ചുവപ്പ് രശ്മി പുറപ്പെട്ടു. ലോഹരൂപം അവന്റെ ഏറ്റവും അപകടകരമായ ആയുധം പുറത്തെടുത്തു. തീവ്രശക്തിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് പൾസുകൾ EMP. അത് വൈമാൻ തീർത്ത ഊർജ്ജ കവചത്തിൽ ശക്തമായി പതിച്ചു. ആഘാതത്തിൽ കവചം ഒരു നിമിഷം ആടിയുലഞ്ഞു. തീവ്രമായ വൈദ്യുത പ്രവാഹം അവനിലൂടെ കടന്നുപോയപ്പോൾ നിമിഷനേരം കൊണ്ട് അവന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും മരവിച്ചു പോകുന്നതായി തോന്നി. ഉയർന്ന മരക്കൊമ്പിൽ നിന്ന് താഴേക്ക് പതിക്കാൻ തുടങ്ങിയ വൈമാൻ വീഴ്ചയെ തടയാൻ തന്റെ മനഃശക്തി ഉപയോഗിച്ച് തീവ്രമായി പരിശ്രമിച്ചു. എന്നാൽ ഒരു പിഞ്ചുബാലൻ മാത്രമായ അവന്റെ ശരീരത്തിന് ഈ സമ്മർദ്ദം താങ്ങാനായില്ല. ജീവിതത്തിൽ ആദ്യമായി ഇത്രയും വലിയ പോരാട്ടം നടത്തിയ വൈമാൻ പൂർണ്ണമായും തളർന്നുപോയിരുന്നു. അവന്റെ ഊർജ്ജ കവചം കെട്ടുപോയി. ശരീരം വായുവിൽ നിസ്സഹായമായി ഒഴുകി. താഴെ വീഴാൻ പോയ വൈമാനിനെ ഡോക്ടർ ഡെൻസിലിന്റെ നിർദ്ദേശപ്രകാരം ചലനം നിർത്തി നിലയുറപ്പിച്ച ആ ഭീകര യന്ത്രമനുഷ്യൻ തന്റെ ഇരു കൈകളിലും താങ്ങി. ലാബിൽ ഡോക്ടർ ഡെൻസിൽ ആശ്വാസത്തോടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു. ഓപ്പറേഷൻ ദി സ്കാൻ ആരംഭിക്കുക. നീയൊരു മനുഷ്യക്കുട്ടി മാത്രമാണ് വൈമാൻ, ഡോക്ടർ സ്വയം പറഞ്ഞു. നിനക്ക് ഇത്രയും വലിയ ശക്തി താങ്ങാൻ കഴിഞ്ഞെന്ന് വരികയില്ല. നിന്റെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. എനിക്കാകട്ടെ സത്യവും അറിയണം. ഗ്രാമത്തിൽ കണ്ടുവരുന്ന വിചിത്രമായ പ്രതിഭാസങ്ങൾ ഒരു അതീവ അപകടകാരിയായ ശക്തിയുടെ വരവിന്റെ സൂചനയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ ശക്തിയെ തടയാൻ വൈമാന്റെ സഹായം അത്യാവശ്യമാണെന്നും അതിനായി വൈമാന്റെ ശക്തിയുടെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം വിശ്വസിച്ചു. തളർന്നുപോയ വൈമാനിനെ തന്റെ ലോഹക്കൈകളിൽ സുരക്ഷിതമായി താങ്ങിപ്പിടിച്ച് ആരും കാണാതെ ആകാശത്തിലൂടെ പറന്ന് രഹസ്യ ലാബിലേക്ക് യാത്രയായി. ഡോക്ടർ ഡെൻസിലിന്റെ ലാബ് പുറമേ കാണുന്നത് പോലുള്ള ഒരു സാധാരണ മുറിയായിരുന്നില്ല. അത് ഭൂമിക്കടിയിലേക്ക് പോകുന്ന അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വലിയ ഗവേഷണ കേന്ദ്രമായിരുന്നു. യന്ത്രമനുഷ്യൻ വൈമാനിനെ ലാബിന്റെ മധ്യഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഒരു സുതാര്യമായ അറയിൽ കിടത്തി. അറയുടെ 4 വശങ്ങളിലും നീല വെളിച്ചം മിന്നി. വൈമാനിന്റെ അടുത്തുനിന്ന് മാറിയ ഉടനെ ഡോക്ടർ ഡെൻസിൽ ആ ലോഹരൂപത്തോട് പറഞ്ഞു, ഇവന്റെ ശരീരത്തിലെ ഊർജ്ജപ്രവാഹം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓരോ കോശവും എനിക്ക് സ്കാൻ ചെയ്യണം. ഇവന്റെ DNA പരിശോധിക്കണം. പ്രധാനമായി അവന്റെ ശക്തിയുടെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തണം. കൂടെ ഇവൻ നശിപ്പിച്ച യന്ത്ര ഈച്ചകളുടെ വിവരങ്ങൾ പരിശോധിക്കുക. സമയമില്ല. അവിടെയുണ്ടായിരുന്ന നിരീക്ഷണ ഉപകരണങ്ങൾ തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങി. വൈമാന്റെ ശരീരം വിശദമായ സ്കാനിങ്ങിന് വിധേയമായി. വലിയ സ്ക്രീനിൽ യമീമറിന്റെ ശരീരം ത്രിമാന രൂപത്തിൽ തെളിഞ്ഞുവന്നു. ആദ്യ ഫലങ്ങൾ ഡോക്ടറെ ഞെട്ടിച്ചു. സ്ക്രീനിലെ DNA മാതൃകയിൽ സാധാരണ മനുഷ്യ DNAയ്ക്കൊപ്പം അജ്ഞാതമായ ഒരു കോഡിന്റെ സാന്നിധ്യം കാണിച്ചു. അതൊരു ബാഹ്യമായ ഘടകമായിരുന്നു. എന്നാൽ അത് യമീമറിന്റെ ശരീരവുമായി പൂർണ്ണമായി ലയിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവൻ വെറും മനുഷ്യനല്ല. ഇത് ഞാൻ കണ്ടിട്ടില്ലാത്ത ഊർജ്ജ രൂപമാണ്. ഡോക്ടർ ഡെൻസിൽ ആവേശത്തോടെ പിറുപിറുത്തു. തുടർന്ന് ഉപകരണങ്ങൾ വൈമാന്റെ ഊർജ്ജ പ്രവാഹത്തിന്റെ കേന്ദ്രം കണ്ടെത്തി. അത് അവന്റെ ശരീരത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സായിരുന്നില്ല. പകരം യമീമറിന്റെ നെഞ്ചിനു മധ്യത്തിൽ ഒരു നേരിയ നീലരേഖയായി ആ ശക്തി നിലകൊള്ളുന്നു. അത് ഭൂമിയിൽ നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ ഉള്ള ഊർജ്ജം സംഭരിക്കുന്ന ഒന്നല്ല. ഇവന്റെ ശക്തി മറ്റൊരു ലോകത്തു നിന്നാണ് വരുന്നത്. പെട്ടെന്ന് സ്കാനിംഗ് ഉപകരണങ്ങൾ ഭ്രാന്തമായി ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. വൈമാന്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സിഗ്നലുകൾ ട്രാക്ക് ചെയ്തപ്പോൾ ലാബിലെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ ഒരു മുന്നറിയിപ്പ് തെളിഞ്ഞു. തുടരും. അടുത്ത ഭാഗം വരുന്ന ശനിയാഴ്ച. ഈ കഥ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.